നമസ്കാരം, ഞാൻ കവാന ശശികുമാർ. നിങ്ങൾ പറഞ്ഞു കാണുമല്ലോ, ഒക്ടോബർ 1-ാം തീയതി മുതൽ കേരളത്തിൻ്റെ ഭാഗമായിരുന്ന പാലക്കാട് റെയിൽവേ ഡിവിഷൻ അത് മംഗലാപുരത്തിൻ്റെ ഭാഗമാകാൻ പോവുകയാണ്. അതായത് കർണാടക ഗവൺമെൻറ്റിൻ്റെ അധീനതയിലേക്ക് മാറുകയാണ് എന്ന് അർത്ഥം. അപ്പോൾ ഇതിനെതിരെ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ വലിയ പ്രതിഷേധമുണ്ടായിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ എന്ന് പറയുമ്പോൾ പ്രതിപക്ഷവും ഭരണപക്ഷവും ചേർന്നുള്ള പ്രതിഷേധമുണ്ടായിട്ടുണ്ട്. അവർ പറയുന്നത് പാതിരാത്രിയിൽ ആരും അറിയാതെ അർദ്ധരാത്രിയിൽ ചെയ്ത ഒരു നടപടിയാണിത്. ഇത് പ്രതിഷേധാർഹമാണ്. കേരളത്തിന്റെ സാമ്പത്തിക വരുമാനത്തെ ഇല്ലാതാക്കുന്നതാണ്. കേരളത്തിന്റെ റെയിൽവേ വികസനത്തെ തടസ്സപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് ഇതിനെതിരെ ഗംഭീരമായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കും. പ്രധാനമന്ത്രിയെ കാണും, റെയിൽവേ മന്ത്രിയെ കാണും എന്നെല്ലാം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിനെ എരിവ് കയറ്റുവാൻ വേണ്ടിയിട്ട് പ്രതിപക്ഷ നേതാവും ചില പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പം അതിന്റെ അടിസ്ഥാനത്തിൽ വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ വലിയ സമരങ്ങളും ബഹളങ്ങളും ഒക്കെ ഇതിന്റെ പേരിൽ ഉണ്ടാവും. എന്നാൽ എന്താണ് കൃത്യമായി ഈ കാര്യത്തിൽ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. തിരുവനന്തപുരം ഡിവിഷൻ, പാലക്കാട് ഡിവിഷൻ എന്ന 2 ഡിവിഷനുകളാണ് നമുക്കുണ്ടായിരുന്നത്. അതിൽ പാലക്കാട് ഡിവിഷനെ ഒരു ഘട്ടത്തിൽ സേലം ഡിവിഷൻ എന്ന് പറഞ്ഞ് വിഭജിച്ചു മാറ്റി നിർത്തി. അപ്പോൾ സേലം എന്ന് പറഞ്ഞൊരു ഭാഗം പാലക്കാട് ഡിവിഷന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അത് ഏത് കാലത്താണ് എന്ന് ഒന്ന് ആലോചിക്കണം. ആ സമയത്ത് ഭാരതം ഭരിക്കുന്നത് നരേന്ദ്രമോദിയല്ല. അർദ്ധരാത്രിയിൽ ആയിരിക്കില്ല ഒരുപക്ഷെ അത് ചെയ്തിരിക്കുന്നത്. അത് സംസ്ഥാനത്തിന്റെ റവന്യൂ കുറച്ചിട്ടുണ്ടെങ്കിൽ അത് എത്രമാത്രമാണ്? ഇത്തരം കാര്യങ്ങളിലേക്ക് ചില കൃത്യത നമുക്ക് അറിയേണ്ടതുണ്ട്. സംസ്ഥാനത്തെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഈ കാര്യത്തിന് പ്രധാനമന്ത്രിയെ നേരിൽ കാണും, റെയിൽവേ മന്ത്രിയെ കാണും എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിനോട് ചെറിയൊരു അഭ്യർത്ഥനയുണ്ട്. ഈ കാര്യങ്ങളിൽ ചില കണക്കുകൾ, ചില വ്യക്തതകൾ കൂടിയൊക്കെ ആയിട്ട് വേണം അവിടേക്ക് പോകാനായിട്ട്. കാരണം അവിടെ ചെന്ന് അബദ്ധം പറയുന്നതും നാണം കെടുന്നതും കേരളമാണല്ലോ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണല്ലോ. അതുകൊണ്ട് ഇപ്പൊ സംസ്ഥാനത്ത് നിന്ന് പോയിരിക്കുന്ന ചില എം പിമാരുണ്ട്. ഇപ്പൊ ജോൺ ബ്രിട്ടാസിനെ പോലെയുള്ള എം പിമാർ, യുവ നേതാക്കന്മാരെന്നൊക്കെയാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. പ്രായം എത്രയാണെന്നുള്ളത് അറിയില്ല. യുവ നേതാവായ ജോൺ ബ്രിട്ടാസിനെ പോലെയുള്ള ആൾക്കാർ രാജ്യസഭയിലുണ്ട്. അദ്ദേഹവും ഇതിനെ സംബന്ധിച്ച് നടത്തിയിരിക്കുന്ന പ്രഖ്യാപനങ്ങളൊക്കെ അബദ്ധജടിലമാണ്. അപ്പൊ പ്രതിപക്ഷത്തിൻ്റെതായാലും ഭരണപക്ഷത്തിൻ്റെതായാലും നമുക്ക് കിട്ടാൻ പോകുന്ന വിവരങ്ങൾ, അവിടെ ചെന്ന് അവതരിപ്പിക്കാൻ പോകുന്ന വിവരങ്ങൾ ശുദ്ധ ബ്ലണ്ടറുകൾ ആണ് എന്നുള്ളതാണ് വാസ്തവം. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? ഇപ്പൊ സേലം ഡിവിഷൻ എപ്പോഴാണ് ഉണ്ടായത്? കേന്ദ്രത്തില് UPA എന്ന് പറയുന്ന ഒരു ഭരണ സംവിധാനം, കോൺഗ്രസ് നയിക്കുന്ന LDF എന്ന് ഇവിടെ പറയുന്ന ദേശീയ തലത്തിൽ ഇടതുപക്ഷ സഖ്യം എന്ന് പറയുന്ന സംവിധാനം, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ, മാർക്സിസ്റ്റ് പാർട്ടി ഉൾപ്പെടെയുള്ള സംവിധാനത്തിന്റെ ഭാഗമായി അവർ പിന്തുണയ്ക്കുന്ന ഒരു സർക്കാരായിരുന്നു 1ാമത്തെ UPA ഗവൺമെന്റ് എന്ന് പറയുന്നത്. ഭരിച്ചിരുന്നത് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആയിരുന്നു. പക്ഷേ ഭരണത്തെ നിയന്ത്രിച്ചിരുന്നത് കോൺഗ്രസിന്റെ നേതാവ് സോണിയാഗാന്ധിയും CPMന്റെ നേതാവ് ഹർകിഷൻ സിംഗ് സുർജിത്തും കൂടെ ചേർന്നിട്ടായിരുന്നു നിയന്ത്രിച്ചിരുന്നത്. അപ്പൊ ഇവരുടെ നിയന്ത്രണ കാലത്ത് ആണ് ആദ്യമായി പാലക്കാട് ഡിവിഷൻ എന്ന് പറയുന്ന കേരളത്തിന്റെ ഡിവിഷൻ ഭാഗിച്ചത്. എങ്ങനെയാണ് ഭാഗിച്ചതെന്നറിയോ? സേലം എന്നൊരു പുതിയ ഡിവിഷൻ ഉണ്ടാക്കി. അന്ന് ആരായിരുന്നു റെയിൽവേ മന്ത്രി? ലല്ലു പ്രസാദ് യാദവ്. രാഷ്ട്രീയ ജനതാദളിന്റെ നേതാവ് ലല്ലു പ്രസാദ് യാദവ് ആയിരുന്നു റെയിൽവേ മന്ത്രി. അന്ന് സഹമന്ത്രിയായിരുന്ന R വേലു, അദ്ദേഹം തമിഴ്നാട്ടിൽ നിന്നുള്ള മന്ത്രിയായിരുന്നു. ഇവരുടെ താല്പര്യപ്രകാരം വളരെ കൃത്യമായിട്ട് നിർമ്മിച്ച ഒരു സേലം ഡിവിഷൻ. ഒരു ഡിവിഷൻ നിർമ്മിക്കുമ്പോൾ ഒരു ഡിവിഷന്റെ ഭാഗമായിട്ട് ഉണ്ടാവേണ്ടത് എത്ര നീളത്തിൽ റെയിൽ ഉണ്ടാവണം, എത്ര പാസഞ്ചേഴ്സ് ഉണ്ടാവണം, എത്ര ചരക്ക് വണ്ടി കടന്നു പോകുന്നുണ്ടാവണം, എത്ര സംവിധാനം ട്രാഫിക് ഉണ്ട്, ഈ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. പക്ഷേ അതൊന്നും ഇല്ല എന്ന് ഉറപ്പായിട്ടും തമിഴ്നാടിന്റെ സമ്മർദ്ദത്തിൽ, തമിഴ്നാട് സർക്കാർ സംവിധാനത്തിന്റെ സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു റെയിൽവേ ഡിവിഷൻ പ്രഖ്യാപിച്ചു, സേലം ഡിവിഷൻ. അത് ഭോലാ സിംഗ് കമ്മിറ്റി എന്നൊരു കമ്മിറ്റിയെ നിയോഗിച്ചു. ആ കമ്മിറ്റിയാണ് ഇതിന്റെ അതിർത്തി നിശ്ചയിച്ചത്, ഏതൊക്കെയാണ് ചെയ്യേണ്ടത്, എവിടേക്കാണ് എടുക്കേണ്ടത് എന്നെല്ലാം നിശ്ചയിച്ചിട്ട് കേരളത്തിന് ചില സൗജന്യങ്ങൾ പോലെ പൊള്ളാച്ചിയുടെ ഔട്ടർ വരെ, പൊള്ളാച്ചി റെയിൽവേ സ്റ്റേഷനില്ല, പൊള്ളാച്ചി റെയിൽവേ സ്റ്റേഷന്റെ പരിധി വരെ, അതിന്റെ പരിസരം വരെയുള്ള ഭാഗമൊക്കെ ചേർത്തിട്ട് ഒരു പ്രത്യേക ഭാഗമാക്കി പാലക്കാട് ചില സൗജന്യങ്ങൾ നൽകുന്ന ഒരു തോന്നൽ ഉണ്ടാക്കിയ ശേഷം അങ്ങനെ സേലം ഡിവിഷൻ ഉണ്ടാക്കി. ആരും ഇതൊക്കെ അതിന്റെ കാര്യം എന്താണ്? അന്ന് കേന്ദ്രത്തിൽ BJP ഭരണമല്ല ഉള്ളത്. കേരളത്തിൽ BJPക്ക് MLA-മാരില്ല. കേരളത്തിൽ BJP വളർന്നു വരുന്ന ശക്തി മാത്രമാണ്. അന്ന് നമ്മൾ സംസാരിക്കുന്നത് 18 വർഷം മുമ്പത്തെ കാര്യമാണ് സംസാരിക്കുന്നത്. അങ്ങനെ 2005-ൽ 2003 ഇത് സംബന്ധിച്ചുള്ള ഒരു ആഗ്രഹങ്ങളും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായി. 2006-ൽ അത് തീരുമാനമായി. 2006 നവംബർ 1 സേലം ഡിവിഷൻ ഉദ്ഘാടനം ചെയ്തു. 2007 നവംബറിൽ അത് പൂർണ്ണമായിട്ട് ആ സേലം ഡിവിഷൻ നിലവിൽ വന്നു. അപ്പോൾ അന്നത് ചെയ്ത സമയത്ത് CPMന് എതിർപ്പുണ്ടായിരുന്നില്ല. CPM എന്ന് പറഞ്ഞത് ഇതിനെ അങ്ങനെ കാണരുത്, ഇതിനെ കാണേണ്ടത് റെയിൽവേ എന്ന് പറയുന്നത് ഭാരതത്തിന്റെ മൊത്തം ഒരു സംവിധാനമാണ്, അത് കേരളത്തിൻ്റെതെന്നോ വേറൊരു സംസ്ഥാനത്തിൻ്റെതല്ല, അങ്ങനെ ടോട്ടാലിറ്റിയിൽ ഇതിനെ കാണേണ്ടതുണ്ട്, അങ്ങനെ പ്രാദേശികമായ വാദങ്ങൾ ഇതിനകത്ത് ഉന്നയിക്കരുതെന്ന് പറഞ്ഞ ആൾക്കാരായിരുന്നു അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അന്ന് കേരളത്തിൽ ആരായിരുന്നു ഭരിച്ചിരുന്നത് അറിയുമോ? അന്ന് കേരളത്തിൽ ഭരിച്ചിരുന്നത് കോൺഗ്രസ് ആണ്, ഉമ്മൻചാണ്ടിയുടെ സർക്കാരാണ്.
അപ്പോൾ ഉമ്മൻചാണ്ടിയുടെ സർക്കാരിന് അന്ന് എതിർപ്പുണ്ടായിരുന്നില്ല, കോൺഗ്രസിന് എതിർപ്പുണ്ടായിരുന്നില്ല, ഇന്നത്തെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ആ കാര്യത്തിൽ എതിർപ്പുണ്ടായിരുന്നില്ല, സതീശന്റെ പാർട്ടിക്ക് എതിർപ്പുണ്ടായിരുന്നില്ല. കാരണം തീരുമാനമെല്ലാം എടുത്തത് കേന്ദ്രത്തിലെ UPA ഗവൺമെന്റ് ആയിരുന്നു. അങ്ങനെ UPA ഒന്നാം ഗവൺമെന്റ് എടുത്ത് തീരുമാനിച്ച കുറച്ച് ബഹളമൊക്കെ ഉണ്ടായ സമയത്ത് അന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ചില വാദങ്ങൾ പറഞ്ഞത് പാലക്കാടിന് ഇതാ റെയിൽവേ ഒരു കോച്ച് ഫാക്ടറി അനുവദിക്കാൻ പോകുന്നു, പാലക്കാട് ഒരു കോച്ച് ഫാക്ടറി കൊണ്ടിരുന്നു, അതോടുകൂടി പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കും, കേരളത്തിലെ തൊഴിൽ വർദ്ധിക്കും, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നെല്ലാം പറഞ്ഞ് വലിയ പ്രഖ്യാപനം നടത്തി. സമാനമായി ഈ സമയത്ത് തന്നെ മറ്റൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ UPA ഗവൺമെന്റ്. ആ തീരുമാനം എന്ന് പറയുന്നത് സൗത്ത് വെസ്റ്റേൺ റെയിൽവേ സോൺ എന്ന് പറഞ്ഞൊരു സോൺ, അത് ബാംഗ്ലൂരിന്റെയും മൈസൂരിന്റെയും ഡിവിഷൻ ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു ഭാഗം. ആ ഭാഗത്തേക്ക് മറ്റൊരു സമയത്ത് എന്ത് സംഭവിക്കും, കേരളത്തിന്റെ അവിടുത്തെ റോൾ എന്തായിരിക്കും, മലബാർ ഭാഗത്തെ റെയിൽവേയുടെ സ്ഥാനം എന്തായിരിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ ബോധത്തോടു കൂടിയാണ് അതൊരു തീരുമാനമെടുത്തത്. ആ തീരുമാനം പക്ഷേ പബ്ലിക് ആക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കേരളത്തിൽ നിന്നുള്ള MPA ആയ കമ്മ്യൂണിസ്റ്റുകാരനായ CPM കാരനായ ജോൺ ബ്രിട്ടാസും ഒക്കെ ഇപ്പോൾ വളരെ ദീർഘം പ്രഖ്യാപനം നടത്തുകയാണ്, പ്രസ്താവന നടത്തുകയാണ്, പ്രധാനമന്ത്രിക്ക് എഴുതുകയാണ്, റെയിൽവേ മന്ത്രിക്ക് കത്തെഴുതുകയാണ്, ചരിത്രം പഠിപ്പിക്കുകയാണ്. ആ ചരിത്രം പഠിപ്പിക്കുമ്പോൾ ഒന്നുകിൽ ജോൺ ബ്രിട്ടാസിന് ഈ കാര്യത്തെക്കുറിച്ചൊന്നും വലിയ ജ്ഞാനമില്ല, അല്ലെങ്കിൽ നുണ പറയുകയാണ്, കള്ളത്തരം പറയുകയാണ്. നമ്മുടെ ഒരു സിനിമയിൽ ശങ്കരാടി പറയുന്ന ഒരു ലേശ ഉളുപ്പ് എന്ന് പറയുന്നത് ഉളുപ്പില്ലാതെ നുണ പറയുകയാണ്. അന്ന് ഈ കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ അന്ന് മാധ്യമപ്രവർത്തകരായിട്ട് ഡൽഹിയിൽ നിന്ന് വാർത്ത ചെയ്തതും ജോൺ ബ്രിട്ടാസ് ആയിരിക്കണം ഈ കാര്യത്തിൽ. കാര്യം അന്ന് UPA ഗവൺമെന്റിന്റെ തീരുമാനം, ഹർകിഷൻ സിംഗ് സുർജിത്തിന്റെ പിന്തുണ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിന്തുണ, ആ പിന്തുണയിൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കൂടെ തോളത്ത് കൈയിട്ട് നിന്നെടുത്ത തീരുമാനമാണ് സേലം ഡിവിഷൻ എന്ന തീരുമാനം. അത് പാലക്കാടിനെ വെട്ടിമുറിച്ചുകൊണ്ടായിരുന്നു. അന്ന് യാതൊരു തടസ്സവും ഉണ്ടായിരുന്നില്ല, ഉമ്മൻചാണ്ടിയായിരുന്നു മുഖ്യമന്ത്രി. ഈ തീരുമാനം എടുക്കുന്ന സമയത്ത് NN കൃഷ്ണദാസ് ആയിരുന്നു കേരളത്തിലെ പാലക്കാട് നിന്നുള്ള MP. അദ്ദേഹത്തിനോടും ഈ കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞ് നമ്മളിങ്ങനെ പ്രാദേശികമായി ഇതിനെ കാണുന്നത്, പ്രാദേശികവാദം ഇതിനകത്ത് ഉന്നയിക്കരുത്, റെയിൽവേ എന്ന് പറയുന്നത് ഇന്ത്യയുടെ മുഴുവൻ ഭാഗമാണ്, അതുകൊണ്ട് ആ കാര്യത്തിൽ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവുന്നില്ല, ഒരു കുഴപ്പവും ഉണ്ടാകില്ല, പകരം നമുക്ക് ഇത് കോച്ച് ഫാക്ടറി വരാൻ പോണു എന്ന് പറഞ്ഞു. പക്ഷേ കോച്ച് ഫാക്ടറി വന്നോ? അതാണ് അടുത്ത ചോദ്യം. അന്ന് കോച്ച് ഫാക്ടറി പ്രഖ്യാപിച്ച സമയത്ത് 2008-2009 ബജറ്റിൽ UPA ഗവൺമെന്റ് ഇത് പ്രഖ്യാപിക്കുക തന്നെ ചെയ്തു. അന്ന് ആദ്യം ഈ കോച്ച് ഫാക്ടറി തരാമെന്ന് പറഞ്ഞ സമയത്തുണ്ടായിരുന്ന ലല്ലു പ്രസാദ് യാദവ് കേന്ദ്ര റെയിൽവേ മിനിസ്റ്ററിൽ നിന്ന് മാറി പകരം വന്നത് ദിനേശ് ത്രിവേദി എന്ന് പറയുന്ന ആളായിരുന്നു. അദ്ദേഹം റെയിൽവേ ബജറ്റിൽ ഇത് പ്രഖ്യാപിച്ചു. അങ്ങനെ 2012 ഇത് സംയുക്ത സംരംഭമായിട്ട് ആരംഭിക്കുവാൻ തീരുമാനമെടുത്തു. ഉമ്മൻചാണ്ടി ആണ് അന്നത്തെ സംസ്ഥാന മുഖ്യമന്ത്രി. കേരളവും കേന്ദ്രവും ചേർന്നിട്ടുള്ള ഒരു PPP മോഡലിൽ കമ്പനി വരാൻ പോണു. ഇപ്പോൾ തന്നെ പ്രഖ്യാപനം നടത്തി, ഇപ്പോൾ തന്നെ ഉദ്ഘാടനം വരെ നടത്തി. 2012 തറക്കല്ലിട്ടു, പാലക്കാട് കോച്ച് ഫാക്ടറി വരുന്നു എന്ന് പറഞ്ഞിട്ട്. പക്ഷേ വർഷം എത്രയായി എന്ന് ആലോചിച്ച് നോക്കുക, ഇതുവരെ കോച്ച് ഫാക്ടറി അവിടെ ഉണ്ടായില്ല. എന്താണ് കോച്ച് ഫാക്ടറി ഉണ്ടാവാതിരിക്കാൻ കാരണം? അപ്പോഴേക്ക് ഉടനെ പറയും 2014 അധികാരം നഷ്ടപ്പെട്ടു എന്ന് പറയും. അല്ല, അതിന് മുമ്പ് സംഭവിച്ച മറ്റു പല കാര്യങ്ങളുണ്ട്. ഈ കോച്ച് ഫാക്ടറി പ്രഖ്യാപിച്ചതിന് ശേഷം അന്നത്തെ കേന്ദ്ര സർക്കാരിന്റെ UPA കേന്ദ്ര സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ 9 പുതിയ കോച്ച് ഫാക്ടറികൾ ഉണ്ടായി. 3 റെയിൽവേയുടെ മേഖലയിൽ തന്നെയും 6 സ്വകാര്യ മേഖലയിലും ഈ കോച്ച് ഫാക്ടറി എല്ലാം പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഒപ്പം അന്ന് കോൺഗ്രസിന്റെ മണ്ഡലമായിരുന്ന റായ്ബറേലിയിൽ ഒരു കോച്ച് ഫാക്ടറി പ്രഖ്യാപിച്ചു. ആ കോച്ച് ഫാക്ടറി മോഡേൺ കോച്ച് ഫാക്ടറി എന്ന പേരിൽ അത് 2007 പ്രഖ്യാപിച്ചു. 2010 പണി പൂർത്തിയാക്കി. അതിൽ നിന്ന് റെയിൽവേ കോച്ചുകൾ നിർമ്മിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഏതാണ്ട് 2126 കോച്ചുകൾ അവിടെ നിർമ്മിച്ചിരിക്കുന്നു. അത് റെക്കോർഡാണ്, സർവകാല റെക്കോർഡാണ്. അപ്പൊ റെയിൽവേയുടെ വലിയൊരു ചരിത്രമാണത്. ആ കോച്ച് ഫാക്ടറിയിലാണ് നമ്മുടെ വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ കോച്ചുകൾ നിർമ്മിച്ചത്. ഇൻഡിജീനിയസ് ആയിട്ട് നമ്മുടെ ഭാരതം സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്ത് നിർമ്മിച്ച കോച്ചുകൾ. അപ്പൊ ഇങ്ങനെ അതെല്ലാം അവിടെ സംഭവിച്ചു. പക്ഷേ കേരളത്തിൽ മാത്രം സംഭവിച്ചില്ല. റായ്ബറേലിയിലും കപൂർത്തലയിലും ചെന്നൈയിലും ഇപ്പോൾ വളരെ ശക്തമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ആവശ്യത്തിന് കോച്ച് നിർമ്മിക്കാൻ സംവിധാനം ഉള്ളതിനാൽ കേരളത്തിന് കോച്ച് ഫാക്ടറി ഇല്ല, കോച്ച് ഫാക്ടറി വേണ്ട എന്നുള്ള തീരുമാനവും വന്നു. 228 ഏക്കർ ഭൂമി ഇതിനു വേണ്ടിയിട്ട്, കോച്ച് ഫാക്ടറിക്ക് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തു. എത്ര വർഷം കൊണ്ടാണെന്നറിയോ? തീരുമാനം പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ട് 4 വർഷം കഴിഞ്ഞു ഈ ഭൂമി ഏറ്റെടുക്കലിന് വേണ്ടി. അതാണ് നമ്മളുടെ റെയിൽവേയുടെ വികസനവും ഒക്കെ ആ രീതിയിലാണ്. അപ്പോൾ ആരുടെ പിടിപ്പുകളാണ് ഇതൊന്നുമില്ല? കേന്ദ്രത്തിലെ കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും സംയുക്ത സർക്കാർ എടുത്ത തീരുമാനം, ആ തീരുമാനം നടപ്പിലാക്കാൻ വേണ്ടി സംസ്ഥാനത്തുണ്ടായിരുന്നത് കോൺഗ്രസിന്റെ ഗവൺമെന്റ്. എന്നിട്ടും ഈ കാര്യങ്ങളൊന്നും നടന്നില്ല എന്ന് പറയുമ്പോൾ ആരാണ് ഇതിന് ഉത്തരവാദിത്വം എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നുണ്ട്. എത്രയും പാലക്കാടിന് സേലം വിഭജിച്ചു പോയ സമയത്ത് പാലക്കാടിന് എന്ത് നഷ്ടം ഉണ്ടായി? എന്താണ് നഷ്ടമുണ്ടായത്? അത് പറയാൻ പറ്റുമോ? അത് എത്രമാത്രം റവന്യൂ നഷ്ടം ഉണ്ടായെന്ന് പറയാൻ പറ്റുമോ? സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിലേക്ക് കിട്ടാവുന്ന പൈസ എത്രമാത്രം നഷ്ടപ്പെട്ടു എന്ന് സംസ്ഥാന സർക്കാരിന് ഒരു കണക്കുണ്ടോ? ഇല്ല. വാസ്തവത്തിൽ സംഭവിച്ചത് അതോടുകൂടി പാലക്കാട് റെയിൽവേ ഡിവിഷൻ ക്ഷയിച്ചു. എങ്ങനെ?
എംപ്ലോയീസിന്റെ എണ്ണം കുറഞ്ഞു, അവിടെ ജീവനക്കാരുടെ എണ്ണം കുറഞ്ഞു, അവിടെ നിന്നുള്ള ഓപ്പറേഷൻസിന്റെ എണ്ണം കുറഞ്ഞു. ഇതോടുകൂടി പാലക്കാട് കേന്ദ്രിതമായിട്ടുണ്ടായിരുന്ന ഒരു റെയിൽവേ കോളനി സംവിധാനം, പല സ്ഥലങ്ങളിൽ നിന്ന് താമസിച്ചിരുന്ന ഉദ്യോഗസ്ഥന്മാരും ജോലിക്കാരും ഒക്കെ ആയിട്ട് വലിയൊരു സംവിധാനം ഉണ്ടായിരുന്നത് ആ സംവിധാനത്തിന് ഇല്ലാതായി തീർന്നു. അവിടുത്തെ റെയിൽവേയുടെ സ്റ്റാഫ് ക്വാർട്ടേഴ്സുകൾ അതൊക്കെ ഇല്ലാതായി തീർന്നു. ഇങ്ങനെ പാലക്കാടിലുണ്ടായിരുന്ന ഒരു തരത്തിലുള്ള ഒരു വികസന പ്രവർത്തനങ്ങൾ, ആ വികസന പ്രവർത്തനങ്ങളിൽ ചില തട്ടുപാടുകൾ കിട്ടിയെന്നല്ലാതെ അതിനപ്പുറത്തേക്ക് റെയിൽവേ വഴിയുള്ള വരുമാനത്തിനകത്ത് യാതൊരു കുഴപ്പവും ഉണ്ടായില്ല, യാത്രക്കാർക്കും കുഴപ്പമുണ്ടായില്ല. മറിച്ച് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത്, ഗവൺമെന്റാണ് കർണാടകത്തിൽ, കേരളത്തിലും കോൺഗ്രസിന്റെ ഗവൺമെന്റാണ്. യാതൊരു തർക്കവുമില്ലാതെ കേന്ദ്രം പ്രഖ്യാപിച്ചാലും ഇവർക്ക് രണ്ടും കൂടി ചേർന്നിട്ട് അങ്ങനെ സംസ്ഥാന സർക്കാരാണ് ഈ റെയിൽവേകളെല്ലാം നിയന്ത്രിക്കുന്നതെന്നും റെയിൽവേ കാര്യങ്ങളെല്ലാം നോക്കുന്നതെങ്കിൽ ആ രണ്ട് സർക്കാർ കൂടി ചേർന്നിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാമല്ലോ നമ്മൾ പുതിയ മാറുമ്പോൾ. അപ്പോൾ അതും ഒരു നല്ല കാര്യമല്ലേ. പക്ഷേ റെയിൽവേക്ക് വേണ്ടിയിട്ട് ഈ തരത്തിൽ സംസ്ഥാനത്ത് ഉള്ള സ്റ്റേഷനിൽ നിന്ന് കിട്ടുന്ന വരുമാനമോ യാത്രക്കൂലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനമോ കൊണ്ടൊന്നും അല്ല റെയിൽവേ ഈ കാര്യം ചെയ്യുന്നത്. റെയിൽവേ നേരത്തെ പറഞ്ഞതുപോലെ ടോട്ടാലിറ്റി ആണെങ്കിൽ ഈ പറഞ്ഞ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന വാദങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ അടിസ്ഥാനരഹിതമാണ്. ഇത് രാഷ്ട്രീയ നിലപാടിനകത്ത് കാണുന്ന ഒരു വ്യത്യാസമാണ്. ഒരു 20 വർഷത്തിനിടയിൽ രാഷ്ട്രീയ നിലപാടിൽ ഉണ്ടായിരിക്കുന്ന മാറ്റം. 2003 റെയിൽവേ ഡിവിഷൻ വരുമ്പോൾ പാലക്കാട് ഡിവിഷൻ വിഭജിക്കുമ്പോൾ യാതൊരു കുഴപ്പമില്ല, അതെല്ലാം നല്ലതിനാണെന്ന് പറഞ്ഞ ആൾക്കാർ ഇപ്പോൾ 2026 ആയ സമയത്ത് ഈ കാര്യങ്ങളിലൊക്കെ വലിയ പ്രശ്നം ഉണ്ടാക്കി കേന്ദ്ര സർക്കാരിനെതിരെ, മോഡി ഗവൺമെന്റിനെതിരെ, BJP ഗവൺമെന്റിനെതിരെ ബഹളം ഉണ്ടാക്കുന്നു. ഇതാണ് രാഷ്ട്രീയ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. 2003 ഒക്കെ ശരിയായിരുന്നു, 20 വർഷം കഴിഞ്ഞപ്പോൾ മാറി. 2006 കൊടുത്ത വാഗ്ദാനം ഉണ്ടായിരുന്നു, ആ വാഗ്ദാനം നടപ്പാക്കിയില്ല, ആ സർക്കാരിനെതിരെ യാതൊരു കുഴപ്പവുമില്ല. ഇതൊക്കെയാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഇത് വൃത്തികെട്ട രാഷ്ട്രീയം. ഇത് കോൺഗ്രസ്സുകാർ രാഷ്ട്രീയം കളിച്ചാലും കമ്മ്യൂണിസ്റ്റുകാർ രാഷ്ട്രീയം കളിച്ചാലും സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളേണ്ട ഘട്ടങ്ങളിൽ നിലകൊള്ളുക, അല്ലാതെ രാഷ്ട്രീയം പറയാതിരിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ചെയ്യാൻ പറ്റുന്നത്. റെയിൽവേയുടെ വരുമാനം പകുതിയാവുത്രേ കേരളത്തിൽ. ഏത് തരത്തിലാണെന്ന് മനസ്സിലാകുന്നില്ല. സേലം വിഭജിച്ചപ്പോൾ ഇല്ലാത്ത നഷ്ടം എങ്ങനെയാണ് ഇപ്പോൾ സംഭവിക്കുക എന്നുള്ളത് വിശദീകരിക്കാൻ ഒരുപക്ഷെ പ്രധാനമന്ത്രിയെ കാണുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിക്ക് കഴിയും എന്ന് നമുക്ക് വിചാരിക്കാം. പക്ഷെ ഇവിടെ വേറെ ചില പ്രശ്നങ്ങളുണ്ട്. സംസ്ഥാന സർക്കാരിന് വേണ്ടിയിട്ട്, സംസ്ഥാനത്തെ റെയിൽവേയുടെ വികസനത്തിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ 2020 മുതൽ 6 വർഷം എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ചെയ്തിരിക്കുന്നത്. കേരളത്തിലെ റെയിൽവേയുടെ മുഖഛായ തന്നെ മാറിപ്പോയില്ലേ. കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പണ്ടുണ്ടായിരുന്ന ഒരു മൂക്കുപൊത്തിയാണോ ഇപ്പോൾ പോകാൻ പറ്റുന്നത്? കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനിൽ പണ്ടുണ്ടായിരുന്ന പോലെ ആൾക്കാർ കഷ്ടപ്പെട്ടാണോ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ നിന്ന് മറ്റൊരു പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്നത്? എസ്കലേറ്ററുകൾ, ലിഫ്റ്റുകൾ, സംവിധാനങ്ങൾ, വൃത്തിയുള്ള സംവിധാനങ്ങൾ, കൃത്യമായ അനൗൺസ്മെന്റുകൾ, കൃത്യമായ വിവരങ്ങൾ, ട്രെയിൻ വരുന്ന സമയത്തിൽ കൃത്യത, ട്രെയിൻ പോകുന്ന സമയം എപ്പോഴാണെന്ന് അറിയാൻ പറ്റുന്നു, യാത്രക്കാർക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുന്നു. ഇങ്ങനെ വളരെ വിശാലമായ സൗകര്യങ്ങൾ ഉണ്ടാക്കിയിരുന്നു. കേരളത്തിലെ 35 റെയിൽവേ സ്റ്റേഷനുകളാണ് അമൃത് പദ്ധതിയുടെ ഭാഗമായിട്ട് വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. 2989 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട സ്റ്റേഷനുകൾ മാത്രമല്ല, അപ്രധാനമെന്ന് പലരും കരുതിയിരുന്ന സ്റ്റേഷനുകളെ ഈ വികസന പ്രവർത്തനത്തോടുകൂടി അതും വളരെ പ്രധാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. 14,800 കോടി രൂപയാണ് കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാർ, കേന്ദ്ര റെയിൽ വികസനത്തിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ റെയിൽവേ ഡിവിഷൻ അല്ല നമ്മളുടെ പ്രശ്നം. റെയിൽവേ ഡിവിഷൻ ഇല്ലാതാകുന്നതോ ഉണ്ടാകുന്നതോ അല്ല നമ്മളുടെ പ്രശ്നം. റെയിൽവേയുടെ വികസനത്തിന് റെയിൽവേ ഡിവിഷൻ അല്ല അടിസ്ഥാനം. മറിച്ച് റെയിൽവേയുടെ വികസനത്തിന് കേരളത്തിൽ ഭൂമി ഏറ്റെടുത്ത് കൊടുക്കുക എന്നുള്ളതാണ് റെയിൽവേ വികസനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് കാലതാമസം ഉണ്ടാവരുത്, അത് കൃത്യമായി ചെയ്യാൻ കഴിയണം. കേരളത്തിലെ യാത്രയ്ക്ക് വേണ്ടിയുള്ള സംവിധാനം ഉണ്ടാക്കുവാൻ വേണ്ടി സംസ്ഥാന സർക്കാരിന്റെ മുൻകൈ എടുക്കണം. മറിച്ച് കേരളത്തിൽ നിന്നുള്ള ചരക്ക് ഗതാഗതത്തിന്റെ കാര്യവും ബാക്കി റെയിൽവേ വികസനത്തിന്റെ കാര്യവും കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്തം കൂടിയാണ്. കേന്ദ്ര സർക്കാർ വിഴിഞ്ഞത്ത് തുറമുഖത്ത് നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ, കൊച്ചി തുറമുഖത്ത് നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ, കേരളത്തിലെ തന്നെ 5 മേഖലകളിലെ തുറമുഖ വികസന പ്രവർത്തനങ്ങൾ വളരെ ഗംഭീരമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലൂടെയെല്ലാം ചരക്ക് യാത്രകൾ നടത്തണമെങ്കിൽ റെയിൽവേയുടെ വികസനം കൂടാതെ പറ്റില്ല. അങ്ങനെയുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതി ആസൂത്രണം ചെയ്ത് അവർ നടത്തുമ്പോൾ ഈ തരത്തിലുള്ള ദുർബലമായ വാദങ്ങളും വെറുതെ രാഷ്ട്രീയം പറയുവാൻ വേണ്ടിയുള്ള വാദങ്ങളും പറയുന്നത് വാസ്തവത്തിൽ നേരത്തെ സിനിമയിലെ കാര്യം പറഞ്ഞതുപോലെ ഉളുപ്പില്ലായ്മയാണ്, രാഷ്ട്രീയ പകപോക്കലാണ്, രാഷ്ട്രീയ വിരോധം വെച്ചുള്ള പ്രവർത്തനമാണ്. അതല്ല വേണ്ടത്. കേരളത്തിന് കേന്ദ്രത്തിൽ നിന്ന് അർഹതമായ ഇത്തരം കാര്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി എവിടെയാണ് നമ്മൾ പ്രക്ഷോഭം നടത്തേണ്ടത്, എവിടെയാണ് സമരം നടത്തേണ്ടത്, എവിടെയാണ് പ്രതിഷേധിക്കേണ്ടത്, എവിടെയാണ് ചോദിച്ചു വാങ്ങേണ്ടതെന്ന് കൃത്യമായി മനസ്സിലാകാതെ എന്തെങ്കിലും കേട്ടാൽ അർദ്ധരാത്രിയിൽ റെയിൽവേ ഡിവിഷൻ ഉണ്ടാക്കി. അർദ്ധരാത്രിയിലല്ല റെയിൽവേ ഡിവിഷൻ ഉണ്ടാക്കിയത്. ഈ റെയിൽവേ ഡിവിഷൻ ഉണ്ടാക്കുവാൻ വേണ്ടിയുള്ള തീരുമാനമെടുത്തിരുന്നത് 2003 2003 ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പ്രപ്പോസൽ വരുന്നത്. 2006 തീരുമാനമെടുക്കുന്നത്. അന്ന് UPA ഗവൺമെന്റാണ്. കോൺഗ്രസിന്റെയും CPM-ന്റെയും സംയുക്തമായ സംവിധാനത്തിൽ ഭരണം നടക്കുന്ന കാലത്താണ് ആ തീരുമാനമെടുത്തത്. അന്നെടുത്ത തീരുമാനം ഇപ്പോൾ നടപ്പിലാക്കുമ്പോൾ എന്തിനാണ് നമ്മൾ ബഹളം ഉണ്ടാക്കുന്നത്?
ആരാണ് അതിന് ഉത്തരവാദിയാവുന്നത്? ഉത്തരവാദിയല്ല. അത് തീരുമാനങ്ങൾക്ക് കാലപ്പഴക്കം ഉണ്ടാവും. ആ കാലപ്പഴക്കമുള്ള തീരുമാനങ്ങൾ നടത്തേണ്ട കാലത്ത് നടക്കുന്നു എന്നുള്ളതിൽ നമ്മൾ ആശ്വസിക്കുക, അതിനെ പിന്താങ്ങുക. അതുവരെ ഇത്തരം തരംതാണ രാഷ്ട്രീയ പ്രചാരണങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. വീണ്ടും കാണാം. നമസ്കാരം.